ലാ യുഖ്ബലു ഉയർത്തപ്പെടുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല. ദുആഉ മിൻ ഖൽബി ഗാഫിലിൻ ലാഹു, മനസ്സിന്റെ അശ്രദ്ധയോടുകൂടി എന്താപ്പ ചെല്ലുന്നതെന്ന് ബോധമല്ലാണ്ട് ചെല്ലുന്നതൊന്നും അള്ളാന്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ എത്ര ഹൃദയ നന്മയോടെ, എത്ര ഈമാനോടെയാണ് നമ്മളത് ചെയ്യാറുള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിശുദ്ധമാക്കപ്പെട്ട കാബാലയത്തിന്റെ അടുത്ത് ചെന്ന് സഫാ മർവക്ക് മുകളിൽ കയറി അള്ളാന്റെ കാബന്റെ നേരെ നോക്കിയിട്ട് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു. ആർക്ക്? ഓനിത് കഴിഞ്ഞ് അങ്ങോട്ട് ഓടാനുള്ള ബേജാറിലാണ്. ദിക്റുകൾക്ക് ഹൃദയ സാന്നിധ്യം ഇല്ലാത്തവര്, ചൊല്ലാൻ മനസ്സുകൊണ്ട് അവർ ചൊല്ലുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവുമില്ലാത്തവർക്ക്, എല്ലാവരും അത്തരക്കാരി എന്ന അർത്ഥത്തിൽ എന്റെ വാക്കിനെ നിങ്ങൾ കാണണ്ട. അങ്ങനെ ഹൃദയത്തിന് ഒരു സാന്നിധ്യം കൊടുക്കാതെ ദിക്റ് ചൊല്ലുന്ന ഒരു മനസ്സാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈമാനിന്റെ ദുർബലതയാ. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും ചൊല്ലിയ ദിക്റിനും യാതൊരു ഉറപ്പും മനസ്സ് കിട്ടുന്നില്ലേ? ഇതിപ്പോ എത്രയായത്? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഒരു 100 അങ്ങ് ചെല്ലിട്ടാ പോരെ എന്ന്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 33 അൾക്കം പറയണ്ടല്ലോ, നിങ്ങളെല്ലാം കൂടി ഒരു 100 അങ്ങ് ഒപ്പിച്ചാളി എന്ന് പറഞ്ഞാ പോരെ. എന്തിനാ 33 എന്ന് പറഞ്ഞ്? ഇസ്ലാമിലെ അളവിന് പോലും ഒരു ഈമാൻ ഉണ്ട്. എന്തിനാ ളുഹർ 4 അസർ 4 മഗ്രിബ് 3 മതി എന്ന് പറഞ്ഞ്? അതേ റബ്ബ് എന്തിനാ സുബ്ഹി 2 മതി പറഞ്ഞ്? രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ എല്ലാവർക്കും നല്ല ടൈം ഉണ്ടാവും, ളുഹറും അസറും ഒക്കെ ആവട്ടെ, സ്കൂളും ആടെയും പടയും പണീന്റെ ഇടയിലായിരിക്കും, അത് 2 ഞാക്കുന്നല്ലേ നല്ല എന്ന് ചിന്തിക്കല്ലേ, അത് അള്ളാന്റെ കണക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 33 പറഞ്ഞിട്ടുണ്ട്, അത് റബ്ബിന്റെ കണക്കാ. അത് ഇച്ചിരി കൂടുതൽ അങ്ങ് ചെല്ലിട്ടേക്കട്ടെ എന്ന് കരുതുന്നതല്ല ഈമാൻ. ചൊല്ലുന്ന ഓരോ വാക്കിനും ഹൃദയശുദ്ധിയോടെ, സാന്നിധ്യത്തോടെ റബ്ബിനോട് പറയുമ്പം ആ പ്രാർത്ഥനക്കും ദിക്റിനും അള്ളാന്റെ അടുത്ത് കൂലി. ഇല്ലെങ്കിൽ അത് ഈമാനിന്റെ ദുർബലതയാ, ഈമാനിന്റെ കുറവാണത് മനസ്സിൽ.